മോശയുടെ നിയമപ്രകാരം ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. തെളിവുണ്ടോ? ഒരു സ്ത്രീ വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ടാൽ 2 സാക്ഷികൾ ഉണ്ടെങ്കിൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നല്ലേ മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്? ഇത് യേശുവിനെ പരീക്ഷിക്കാൻ പറ്റിയ അവസരമാണ്. ഇവിടെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് അവനോട് ചോദിക്കണം. ശരിയാണ്, അവനിതിന് എന്തു മറുപടി പറയുമെന്ന് അറിയാമല്ലോ. ഇവളെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്ത് പറയുന്നു? ഇല്ല, നിങ്ങളോട് കരുണ കാണിക്കരുത്. ഇവരെ ശിക്ഷിക്കണം. മോശയുടെ നിയമമാണ്. ഇവൻ പറയുന്നത് എന്താണെന്ന് അറിയട്ടെ. ഇവൻ മോശയുടെ നിയമം പാലിക്കുന്നു, അതോ ഇവന്റെ തന്നെ സ്വന്തം നിയമമാണോ? ഇവൻ ആരുടെ പക്ഷത്താണെന്ന് അപ്പോ അറിയാമല്ലോ. പറയൂ, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്ത് പറയുന്നു? എന്തായിരുന്നു മിണ്ടാത്തത്? നിങ്ങൾക്കിനി എന്ത് തെളിവാണ് വേണ്ടത്? ഇത് 2 സാക്ഷികളുണ്ട്. മോശയുടെ നിയമം അനുസരിച്ച് ഇവിടെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടതല്ലേ? പറയാ പറയാ. ഇതാണ് വരാനിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് യേശയ്യയിൽ പറഞ്ഞിരിക്കുന്നത്. അവൻ കണ്ടിട്ടും കാണുന്നില്ല, അവൻ കേട്ടിട്ടും കേൾക്കുന്നില്ല. കർത്താവ് തന്റെ വൃത്തിയെ പ്രതി നിയമത്തെ ഉത്കൃഷ്ടമാക്കാനും മഹത്വപ്പെടുത്താനും വേദി കാണിച്ചു. കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല. ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോട് വിധിക്കും. ഒന്നും പറയാതെ എന്താണ് ഇതിൽ എഴുതുന്നത്? എന്തായി എഴുതുന്നത്? എന്നിൽ നിന്ന് ഒരു നിയമം പുറപ്പെടും, ഒരു പുതിയ നിയമം. ഞങ്ങൾക്ക് ഒരു പുതിയ നിയമവും വേണ്ട. ഞങ്ങൾക്ക് മോശയുടെ നിയമമുണ്ട്. ആ നിയമത്തിന്റെ നടത്തിപ്പുകാരാണ് ഞങ്ങൾ. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയാണ് ഇവർ. ഇവരൊക്കെ സാക്ഷികളാണ്. മോശയുടെ നിയമം അനുസരിച്ച് 2 സാക്ഷികളുണ്ടെങ്കിൽ ശിക്ഷിക്കണം. ഇവിടെ ഞങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലും. ഇവൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കട്ടെ. എന്താണ് പറയുന്നത്? നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. സ്ത്രീ, അവരെവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? ഇല്ല കർത്താവേ. ഞാൻ നിന്നെ വിധിക്കുന്നില്ല. പോയിക്കൊള്ളുക. ഇനിമേൽ പാപം ചെയ്യരുത്. ഇല്ല കർത്താവേ. അങ്ങേക്ക് നന്ദി. സത്യമായി
എന്നെ രക്ഷിച്ചു. അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. അതാണ് എന്റെ രക്ഷകൻ. നന്ദി ഗുരു, നന്ദി. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. സമാധാനമായി പോയിക്കൊള്ളുക. ഇനി മേലിൽ പാപം ചെയ്യരുത്. നിനക്ക് എന്റെ കൃപ മതി. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. നന്ദി കർത്താവേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. അങ്ങാണ് ലോകത്തിലേക്ക് വന്ന പ്രകാശം. നന്ദി. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ആ തെറ്റുകൾ തന്റെ മേൽ ഏറ്റെടുത്ത് അതിന് പരിഹാരം ചെയ്യാൻ വേണ്ടിയാണ്.